സമസ്ത മുഷവറ യോഗം കോഴിക്കോട് സമസ്ത സെന്ററിൽ ഇന്ന് നടക്കും. ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തെ തുടർന്ന് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. MT അബ്ദുള്ള മുസ്ലിയാർ, PK മൂസക്കുട്ടി ഹസ്രത്ത് എന്നിവരാണ് പരിഗണനയിലുള്ളത്. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഈ ഉമർ ഫൈസി മുക്കത്തെ പരിഗണിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പിന്തുണ ആർക്കാണ് കൂടുതൽ? ശ്രുതി, അശ്വതി, ഏതായാലും നിർണായകമായ സംസ്ഥാന മുഷവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തെ തുടർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ മുഷവറ യോഗത്തിന് മുൻപ് തന്നെ ഒരു സമവായത്തിലെത്തി ഒരു പേരിലേക്ക് എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സമസ്തയ്ക്കുള്ളിൽ തന്നെ ലീഗ് അനുകൂലികളും മറുപക്ഷമൊക്കെ തന്നെയുണ്ട്. വലിയ വാർത്തകളൊക്കെ തന്നെ ആയതാണ്. അതിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും പിന്തുണ കുറവാണെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലെ സംസ്ഥയുടെ സെക്രട്ടറിയാണ്, വഖഫ് ബോർഡ് അംഗം കൂടിയാണ് ഉമർ ഫൈസി മുക്കം. ഒപ്പം തന്നെ മറ്റ് പേരുകൾ കൂടി ഉയർന്നു കേൾക്കുന്നത് ഉമർ മുസ്ലിയാർ കൊയ്യോടിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അബ്ദുള്ള മുസ്ലിയാരുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മൂസക്കുട്ടി ഹസ്രത്തിന്റെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരിഗണനയിലുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി പാണക്കാട് കുടുംബവുമായി ഒപ്പം തന്നെ ലീഗുമായി ഒക്കെ തന്നെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളും കൂടിയാണ്. പ്രത്യേകിച്ച് ലീഗ് ഇപ്പോൾ അധികാരത്തിൽ തുടരുകൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സഹായം എന്ന രീതിയിൽ ഈ മുഷവറ യോഗത്തിന് മുൻപ് തന്നെ ഒരു പേരിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥയിൽ മുഷവറയിൽ 6 അംഗങ്ങളുടെ കുറവ് കൂടിയുണ്ട്. ആ 6 അംഗങ്ങളുടെ ഈ ഒഴിവ് നികത്തുന്ന ചർച്ചകൾ കൂടി ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.